ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ വീണ്ടും SCRT ക്ലാസ്സസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതോടെ നമ്മുടെ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5ാം ക്ലാസ്സിൽ നിന്നുള്ള സയൻസിൻ്റെ ചാപ്റ്റേഴ്സ് തീരും. ഫസ്റ്റ് തീം, രണ്ടാമത്തെ പാർട്ട് നമ്മുടെ ഈ ക്ലാസ്സോടുകൂടി സയൻസ് ഭാഗം തീരുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്നത് സോഷ്യൽ, 5ാം ക്ലാസ്സിലെ സോഷ്യലാണ്. ഇതുപോലെ തന്നെ നമ്മളെ എല്ലാ ടോപ്പിക്കുകളും തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സിലെ ഏറ്റവും അവസാന 2 ചാപ്റ്ററായ ഇന്ദ്രിയജാലം, അതുപോലെ ജന്തുജാലങ്ങൾ എന്നീ പാഠഭാഗങ്ങളാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം ഇന്ദ്രിയജാലം എന്നതിൽ കുറച്ച് ജീവികൾ തന്നിട്ടുണ്ട്. അവയുടെ പ്രത്യേകതയും അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൽ നായയെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു. അതുപോലെ പരുന്തോ, വളരെ ദൂരെയുള്ള ഇരയെ പോലും എനിക്ക് കാണാൻ കഴിയും. പൂമ്പാറ്റ, എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? പൂമ്പാറ്റ അല്ലെങ്കിൽ ചിത്രശലഭമാണ്. എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും. കരടി, എൻ്റെ ശരീരം പാറ പോലെയാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും. ഏതാണ്? മുതലയുടേത്. അതായത് ഓരോ ജീവികൾക്കും എന്തുണ്ട്? ഓരോ പ്രത്യേകതകളുണ്ട്. അത് എല്ലാ ജീവികൾക്കും അങ്ങനെ തന്നെയാണ് അല്ലെ. ഓരോന്നിനും ഓരോ പ്രത്യേകതകളായിരിക്കാം. അത് ചിലപ്പോൾ ഗന്ധം കൊണ്ടായിരിക്കാം, മൂക്ക് കൊണ്ടുള്ള ഗന്ധം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ കാഴ്ച, കണ്ണുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്പർശനം കൊണ്ടായിരിക്കാം. അപ്പൊ ഇന്ദ്രിയജാലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക് എന്നിവയെ കുറിച്ചിട്ടുള്ളതാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ, ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണവ. കാഴ്ച, സ്പർശം, കേൾവി, ഗന്ധം, രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവികൾ ഇവ ഉപയോഗിക്കുന്നത്. അതായത് മൃഗങ്ങളും മറ്റും അതുപോലെ മറ്റ് എല്ലാ ജീവികളും ജ്ഞാനേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ കണ്ണിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിന്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. കടുവ, സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇര പിടിക്കാൻ സഹായിക്കുന്നു. തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് 2 വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു. മാൻ, മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു. പൂച്ചകളുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുള്ള ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. മൂങ്ങയുടെ തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത്. കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു. നേത്ര രോഗങ്ങൾ, സംസ്ഥാനത്ത് ചെങ്കണ്ണ് ബാധിച്ച് ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട്. കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വേഗത്തിൽ പകരുന്നത്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ചെങ്കണ്ണ് എങ്ങനെ പകരുന്നതാണ്? സമ്പർക്കത്തിലൂടെ പകരുന്നതാണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത്. സ്നെല്ലൻ ചാർട്ട്, കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും വലുപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത്. എപ്പോഴാണ്? 1862 സ്മാർട്ട് കെയിൽ, അതിന്റെ ഉപയോഗങ്ങളാണ്: വഴി കണ്ടെത്താൻ, കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നു. തടസ്സം കണ്ടെത്താൻ, അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താനാവും. കണക്ടിവിറ്റി, സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലോ മറ്റു ഉപകരണങ്ങളിലോ കണക്ട് ചെയ്യാനാകും. വീഴ്ച കണ്ടെത്തൽ, താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുന്നു. വ്യക്തിഗത ക്രമീകരണം, ക്രമീകരിക്കാവുന്ന ഉയരം, വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ, വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ. ദത്തശേഖരണം, യാത്ര ചെയ്ത ദൂരം, നടത്ത വേഗത, നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവയ്ക്ക് കഴിയും. പിന്നെ കണ്ണിന്റെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. കണ്ണുകൾ തിരുമാതിരിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ തീരെ കാണാതിരിക്കുക, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക, ദീർഘസമയം മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക, മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക,
ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക. കണ്ണിന്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക. ഇലക്കറിയും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക. അപ്പൊ നമുക്ക് കണ്ണിനെ കുറിച്ചിട്ട് കുറച്ച് ഭാഗങ്ങൾ കൂടി നോക്കാം അല്ലെ. നമ്മുടെ കണ്ണ് എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? നേത്രകോടാരത്തിനുള്ളിലാണ്. എവിടെയാണ് ഈ നേത്രകോടാരം ഉള്ളത്? തലയോട്ടിയിലെ കുഴികളിലെ നേത്രകോടാരത്തിലാണ് നമ്മുടെ കണ്ണുകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ. അതുപോലെ ആ നേത്രകോടാരത്തിൽ നമ്മുടെ കണ്ണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് ആരാണ്? ബാഹ്യ കൺപേശികളാണ് കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. അതുപോലെ കണ്ണുകളെ സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? പുരികം എന്ന് പറയുന്നത്. അതുപോലെ കൺപീലികൾ കൊണ്ടുള്ള ഉപകാരം എന്താണ്? കണ്ണുകളിലേക്ക് മറ്റു വസ്തുക്കളെ കടക്കാതെ സംരക്ഷിക്കുന്നത് നമ്മുടെ കൺപീലികളാണ്. കൺപോളകളോ കണ്ണുകളെ സംരക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ കണ്ണിന്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്ന ആരാണ്? കൺജക്റ്റൈവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മമാണ് നേത്രഗോളത്തിന്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നത്. ഇനി കണ്ണുനീര് കൊണ്ടുള്ളത് എന്താണ്? കണ്ണിന്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കി നിർത്തുകയും ചെയ്യുന്നു. അതായത് കണ്ണുനീരിലടങ്ങിയ ലൈസോസൈം എന്ന എൻസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ കണ്ണുനീരിലടങ്ങിയ എൻസൈം ഏതാണ്? ലൈസോസൈം ആണ്. നമുക്കറിയാം നമ്മുടെ കണ്ണിലെ പാളികളാണ് ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നിവയല്ലേ. അതിൽ ദൃഢപടലത്തിലാണ് കോർണിയ. ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും അതുപോലെ മുന്നോട്ട് തള്ളിയതുമായ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർണിയ എന്ന് പറയുന്നത്. അതുപോലെ ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റൈവ എന്ന് പറയുന്നത്. ദൃഷ്ടിപടലം എങ്ങനെ അറിയപ്പെടുന്നത്? റെറ്റിന എന്നാണ് അറിയപ്പെടുന്നത്. ദൃഷ്ടിപടലം എങ്ങനെ അറിയപ്പെടുന്നത്? റെറ്റിന എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കിനി കണ്ണിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ണിന് വേണ്ട വിറ്റാമിൻസ് ഏതാണ്, അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ചാപ്റ്റേഴ്സ് മാത്രമാണ് എടുത്തിട്ട് പോകണമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി ചെവിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ സ്വയം ചികിത്സിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫോൺ വഴിയും അതുപോലെ നേരിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആരോഗ്യ വിദഗ്ധരുടെ സേവനം എല്ലായിടത്തും ലഭിക്കുന്ന ഈ കാലത്തും ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ചികിത്സാ രീതികൾ പിന്തുടരുന്നുണ്ട് ജനങ്ങളല്ലേ. അപ്പോൾ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെവിയിൽ മരുന്നുകൾ ഉപയോഗിക്കാവുള്ളൂ. ചികിത്സ എന്ന് പറയുന്നത് എന്താണ്? അപകടകരമായ ഒന്നാണ്. കേൾവി ശക്തി നഷ്ടപ്പെടാൻ പോലും ഇത് കാരണമാകും. നമ്മൾ ചെവിയിൽ പേന, അതുപോലെ തീപ്പെട്ടിക്കൊള്ളി എന്നിവയെല്ലാം ഇടുന്നത് നമ്മുടെ കേൾവി ശക്തി നഷ്ടപ്പെടാൻ കാരണമാകും. പല കാരണങ്ങളാലും കേൾവി കുറവുണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. ശബ്ദത്തിന്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനത്തിലുള്ള വിവിധ തരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ്. കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ഇമ്പോർട്ടൻ്റ് ആണ്. കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. നമ്മുടെ മൂക്കിനുള്ളിൽ എപ്പോഴും എന്ത് അനുഭവപ്പെടാറുണ്ട്? ഒരു ഈർപ്പം അനുഭവപ്പെടാറുണ്ട് അല്ലേ. ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത്. മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിന്റെ ധർമ്മം. വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ജലദോഷം വൈറസ് ബാധയാണ്. കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണം അറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധ കണികകൾ എത്താതാവും. അതുകൊണ്ടാണ് മണം അറിയാത്തത്. നമ്മൾ പറയില്ലേ, ചിലപ്പോൾ എന്ത് പറയും, എനിക്ക് ജലദോഷമാണ്, അതുകൊണ്ട് എനിക്ക് ഒരു മണവും അറിയാൻ കഴിയുന്നില്ല എന്ന് പറയില്ലേ. അപ്പൊ അതെന്തുകൊണ്ടാണ്? കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? മണം അറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതെയാവും. അതുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് എന്ത് കഴിയുന്നത്? മണമൊന്നും അറിയാതെ ഇരിക്കുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ അലിഞ്ഞ് നാവിലുള്ള സ്വാദു മുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ എന്തറിയുന്നത്? രുചി അറിയുന്നത്. എങ്ങനെയാണ്? ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ അലിഞ്ഞ് നാവിലുള്ള സ്വാദുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ എന്തറിയുന്നത്? രുചി അറിയുന്നത്. അടുത്തത് ത്വക്ക്. തൊട്ടറിഞ്ഞ് സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു. ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിനും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും ത്വക്കിന്
പങ്കുണ്ട്. അപ്പൊ ത്വക്കിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കണം. അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ആരോഗ്യത്തിന് സഹായിക്കുന്ന, ത്വക്കിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുത്തണം, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സ് നോക്കാം. ഇതോടെ നമ്മുടെ 5ാം ക്ലാസ് സയൻസിലെ ചാപ്റ്റേഴ്സ് എല്ലാം തീരുകയാണ്. ജന്തുജാലങ്ങൾ എന്നതാണ് 5ാം ക്ലാസ് സയൻസിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത്. അവിടെ ആ ചിത്രത്തില് മുട്ട വിരിഞ്ഞ് ലാർവ കുഴിയാനി ഉണ്ടാവുകയും പിന്നീട് അത് പ്യൂപ്പയാവുകയും പിന്നീട് ആൻ ലയൺ ലേസ് വിങ് ആയി മാറുകയും അവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അത് മുട്ട വിരിഞ്ഞതിന് ശേഷം അത് വളർന്ന് വലുതാവുന്നതും തമ്മിൽ ഒരു സാമ്യവും എന്തിനില്ല? അതിന്റെ മാതൃജീവിയോട് ഒരു സാമ്യവും മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ആ ജീവിക്കില്ല അല്ലെ. പിന്നീടാണ് അത് എന്തായി മാറുന്നത്? അത് മാതൃജീവിയോട് സാമ്യമുള്ള ഒരു ജീവിയായി മാറുന്നത്. കുഴിയാന, ആൻ ലയൺ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. പൂഴിമണ്ണിൽ ഫണലിന്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻ ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പിന്നീട് അത് എന്തായി മാറുന്നത്? പ്രാണിയായി മാറുന്നത്. എന്താണ് രൂപാന്തരണം എന്ന് പറഞ്ഞാൽ? ചില ജീവികൾ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാവുകയില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? രൂപാന്തരണം എന്ന് പറയുന്നത്. മുട്ട വിരിഞ്ഞ് അത് മാതൃജീവിയോട് സാദൃശ്യമുള്ള ജീവിയായി മാറുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? രൂപാന്തരണം എന്ന് പറയുന്നത്. ഏലം, കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട ഇവയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? സുഗന്ധ വ്യഞ്ജനങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ അരിയൊക്കെ വാങ്ങുകയെന്ന് പറഞ്ഞാൽ അതിൽ ഈ കുറിഞ്ചാത്തം പോലെയുള്ള ചെറിയ പ്രാണികൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രാമ്പു എല്ലാം ഇട്ട് വെക്കാറുണ്ട് അല്ലേ. അപ്പൊ അത് എന്തിനായിരിക്കും ഇട്ട് വെക്കുന്നത്? അത് ആ പ്രാണി വരാതിരിക്കാനും വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് എന്ത് ചെയ്യുന്നത്? അവയെ സുഗന്ധ വ്യഞ്ജനങ്ങളാക്കുന്നത്. അപ്പൊ കീടങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി ആ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ എന്താക്കി മാറ്റുന്നത്? സുഗന്ധ വ്യഞ്ജനങ്ങളാക്കി മാറ്റുന്നത്. ചെറുപ്രാണികൾ ഭക്ഷണത്തിന്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. മാംസ്യം, ജീവകങ്ങൾ തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിൽ ഉണ്ട്. അപ്പൊ മാംസ്യം, ജീവകങ്ങൾ എന്നിവയ്ക്കൊക്കെ പ്രോട്ടീനും വിറ്റാമിൻസിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മളെന്നല്ല, ലോകത്തിലെ പല പ്രദേശങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്? ഈ പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് എന്നിവയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഭക്ഷണത്തിനായി ഉപയോഗിക്കാറുണ്ട്. അവയെ വളർത്തുന്ന രീതിയും നിലവിലുണ്ട്. ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ 2 തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം എന്ന് പറയുന്നത്. നിശാശലഭങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? മോത്ത് എന്ന് പറയില്ലേ. നമ്മുടെ വീട്ടിലൊക്കെ രാത്രി കാലങ്ങളിലായാലും ഈ ചെറിയ ചെറിയ നമ്മളത് പൂമ്പാറ്റയാണ് എന്ന് പറയും. അതിനെ മോത്ത് എന്ന് പറയും. നിശാശലഭങ്ങൾ എന്നെല്ലാം പറയുക. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശനികളാണുള്ളത്. ഒരു തരം നിശാശലഭത്തിന്റെ ലാർവയിൽ ഉണ്ടാകുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു തരം നിശാശലഭത്തിന്റെ ലാർവയിൽ ഉണ്ടാകുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. വെങ്കണ്ണ നീലി, ബ്ലൂ ടൈഗർ മോത്ത്. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറത്തിലുള്ള ശലഭമാണ് വെങ്കണ്ണ നീലി. പലപ്പോഴും ഇവയെ നിശാശലഭമായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കൂട്ടങ്ങളിലാണ് ഉൾപ്പെടുത്തുന്നത്. വെങ്കണ്ണ മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. നമ്മൾ ചില ഉറുമ്പ് കൂട്ടങ്ങളെ കണ്ടിട്ടില്ലേ? അവയ്ക്ക് എന്തുണ്ടാവാറുണ്ട്? ചിറകുണ്ടാവാറുണ്ട് അല്ലെ. പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾക്ക് കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും
പുതിയ കൂടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഊത്തക്കയറ്റം. ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറു തടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തക്കയറ്റം എന്നറിയപ്പെടുന്നു. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും. ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അപ്പൊ ജൂൺ മാസങ്ങളിലാണ് മുട്ടയിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? മത്സ്യങ്ങളെല്ലാം മറ്റ് ജലാശയങ്ങളിലേക്കും വയലുകളിലേക്കും ചെറു തടാകങ്ങളിലേക്കും ഒക്കെ യാത്ര നടത്തുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് ഈ ഊത്തക്കയറ്റം എന്ന് പറയുന്നത്. ഇനി തവളയുടെ ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും എവിടെയാണ്? ജലത്തിലാണ്. വളർച്ചയെത്തിയ തവളകൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു. ഇവയെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത്. അവയ്ക്ക് എന്തുകൊണ്ട്? നട്ടെല്ലുള്ളവയാണ് തവളകൾ എന്ന് പറയുന്നത്. നട്ടെല്ലുള്ളവയാണ്. അതുപോലെ കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ എന്ന് പറയുന്നത്. പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു. കുരുടിപ്പാമ്പ് എന്നെല്ലാം നമ്മൾ അവയെ വിളിക്കാറുണ്ട്. കണ്ണുകൾ സുതാര്യമായ ത്വക്കുകൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുമുണ്ട്. അപ്പൊ സിസിലിയനുകൾ എന്നറിയപ്പെടുന്ന എന്താണ്? നമ്മളെ കുരുടി പാമ്പുകൾ എന്നൊക്കെ പറയും. അത് പാമ്പല്ല, നമ്മളെ പക്ഷെ അങ്ങനെ പറയാറുണ്ട് അല്ലെ. കുരുടി പാമ്പുകൾ എന്നല്ല അതിനെ പറയാറുണ്ട്. ഇതൊരു ഉഭയജീവി വിഭാഗമാണ്. കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്ക് മാത്രമേ എന്തുള്ളൂ? വിഷമുള്ളൂ. മൂർഖൻ. വികസിപ്പിക്കാവുന്ന പത്തിയും അതിന്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങളും കഴുത്തിന് താഴെ കുറുകയായി വീതിയുള്ള 2 വളയങ്ങളും കാണപ്പെടുന്നു. നമുക്കറിയാം, നമ്മൾ വേനൽക്കാലമായി പറഞ്ഞാൽ പേടിക്കുന്ന ഒന്നാണ് എന്ത് എന്ന് പറയുന്നത്? പാമ്പ് എന്ന് പറയുന്നത് അല്ലെ. ആ സമയത്ത് ഒരുപാട് പാമ്പ് കടിയും മരണങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഇടക്ക് പോലും കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കേരളത്തിൽ 5 തരം വിഷമുള്ള പാമ്പുകളാണുള്ളത്. അതിലൊന്നാണ് മൂർഖൻ എന്ന് പറയുന്നത്. രണ്ടാമത് രാജവെമ്പാല. പത്തിയിൽ തെളിഞ്ഞു കാണുന്ന അടയാളം 5 മീറ്റർ വരെ നീളം. ശരീരത്തിന് മുൻഭാഗത്ത് വളയങ്ങൾ. വാലിന് നല്ല കറുപ്പ് നിറം. ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ. ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ളവരകൾ. കറുത്ത നീണ്ട നിറം. അണലി. ത്രികോണാകൃതിയിൽ വലിയ തല. ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ. കടൽ പാമ്പ് അല്ലെങ്കിൽ വലകടിയൻ. വാൽ പരന്നതും തുഴയുടെ ആകൃതിയുമാണ്. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ കാണപ്പെടുന്നു. പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. അല്ലാതെ എന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത്? നമ്മൾ സ്വയം ചികിത്സ ചെയ്യരുത് എന്നാണ് പറയുന്നത്. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം എന്തുണ്ട്? നട്ടെല്ലുകൾ ഉണ്ട്. ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണത്താൽ ഇല്ലാതായിട്ടുണ്ട്. അതിൽ അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങൾ മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളവയല്ല. എന്നാൽ ജീവികളുടെ വംശനാശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായ ആവാസ വ്യവസ്ഥയിലെ നാശത്തിൽ മനുഷ്യന് പങ്കുണ്ട്. മനുഷ്യന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മളുടെ ജീവികളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നത്? അതായത് ഓരോ ജീവികൾക്കും അവരുടേതായ ആവാസ വ്യവസ്ഥകളുണ്ട് അല്ലെ. നമ്മൾ അവയെ പല ജീവികളെയും അവിടെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് കടുവ, ചിലന്തി, മണവാട്ടി തവള, ഈനാമ്പേച്ചി എന്നിവയെല്ലാം വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജീവികളാണ്. അതുപോലെ തന്നെ അന്ധവിശ്വാസത്തിന്റെ പേരിലും എന്ത് ചെയ്യപ്പെടാറുണ്ട്? പല ജീവികൾക്കും അവരുടെ വംശനാശത്തിന് കാരണമാവാറുണ്ട്. വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രാമ, സർപ്പം എന്നിവയെല്ലാം അതിന് ഒരു ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വെറും 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇന്ന് വെളിയിൽ നിന്നൊന്നും ഒരുപാട് ഒന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത്യാവശ്യമായ കാര്യം മാത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊന്നും ഒരുപാടൊന്നും പഠിക്കാനോ മറ്റുണ്ടാവില്ല. പക്ഷെ പോകെ ബാക്കിയുള്ള ക്ലാസ്സസ് എത്തുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനോ ഓർമ്മ വെക്കാനോ ഉണ്ടാവും. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.